സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റായിരുന്നു 21-കാരി. രോഗികൾക്ക് കൂട്ടിരിക്കുന്നതിന് ആളുകളെ നൽകി വരുന്ന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ തൃശൂർ സ്വദേശി യുവാവുമായി ഇവർ പരിചയപ്പെടുന്നു. പിന്നീട് ഈ ബന്ധം പ്രണയമായി. ഗർഭം ധരിച്ച വിവരം യുവതി ബന്ധുക്കളോടും മറച്ചുവെച്ചു. കരാർ ജീവനക്കാർക്കായി സ്ഥാപനം വാടകയ്ക്കെടുത്ത് നൽകിയ വീട്ടിലെ ശുചിമുറിയിലായിരുന്നു പ്രസവം. കുഞ്ഞിനെ അപ്പോൾ തന്നെ കൊലപ്പെടുത്തി. മടിയിൽ കിടത്തിയ ശേഷം കുഞ്ഞിന്റെ മുഖത്തേക്ക് തുടർച്ചയായി വെള്ളമൊഴിക്കുകയാണുണ്ടായത്. അമിത രക്തസ്രാവത്തെ തുടർന്ന് നീതുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെയാണ് വിവരങ്ങൾ പുറത്തറിഞ്ഞതും കാര്യങ്ങൾ പോലീസ് നടപടിയിലേക്ക് എത്തിയതും. അമ്മ എന്നുള്ള ആ ഒരു മാതൃഭാവമോ ആ വൈകാരികതയോ ഒക്കെ മറികടന്നുകൊണ്ട് സ്വന്തം നിലനിൽപ്പിനെപ്പറ്റി മാത്രം, സ്വന്തം അഭിമാനം അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരു മിഥ്യാധാരണയിലാണ് ഇപ്പോൾ ധാരാളം സ്ത്രീകൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. താമസസ്ഥലത്തെ പരിശോധനയിൽ കുഞ്ഞിന്റെ മൃതശരീരം കണ്ടെടുത്തു. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ നീതു കുറ്റം ഏറ്റുപറഞ്ഞു. കാമുകനിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്ന് വിവരിച്ച 21-കാരി കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും മൊഴി നൽകി. കേസിൽ റിമാൻഡിലായിരുന്ന ഇവർ ജാമ്യം നേടിയതിന് പിന്നാലെയാണ് കാമുകനെ വിവാഹം കഴിച്ചത്. ഇപ്പോൾ ഇയാൾക്കൊപ്പം തൃശൂരിലാണ് താമസം. അവിവാഹിത, കാമുകനിൽ നിന്നുള്ള ഗർഭധാരണം, അപമാനഭാരത്താൽ യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. യുവതിയെ പരിശോധിച്ച ഗൈനക്കോളജിസ്റ്റ്, കുഞ്ഞിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജൻ എന്നിവരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തി കേസിൽ വൈകാതെ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.